നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പുനലൂരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഭർത്താവ്. കലയനാട് ചരുവളപുത്തൻ വീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതക വിവരം ഫേസ്ബുക്ക് ലൈവിലൂടെ അറിയിച്ച് ഭർത്താവ് ഐസക് പോലീസിൽ കീഴടങ്ങി. തെരുവുനായ ആക്രമണത്തിൽ സ്ത്രീക്ക് ഗുരുതര പരിക്ക്. കണ്ടല്ലൂർ പുതിയവിള സ്വദേശിനി ഓമനയാണ് തെരുവുനായ ആക്രമിച്ചത്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷം. വന്യമൃഗശല്യത്താൽ വലഞ്ഞ് ചെമ്പനരുവി. കാട്ടാനകൾക്കൊപ്പം മറ്റു വന്യമൃഗങ്ങളുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷം. വന്യമൃഗശല്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. കാറ് കത്തി നശിച്ചു. ചവറത്തേവലക്കരയിലാണ് സംഭവം. ഏറെ നാളായി ഉപയോഗിക്കാതിരുന്ന കാറിനാണ് തീപിടിച്ചത്. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുനലൂരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഭർത്താവ്. കലയനാട് ചരുവളപുത്തൻ വീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതക വിവരം ഫേസ്ബുക്ക് ലൈവിലൂടെ അറിയിച്ച ശേഷം ഭർത്താവ് ഐസക് പോലീസിൽ കീഴടങ്ങി. പല ബന്ധങ്ങളും ഞാൻ വീട്ടിൽ സ്വർണം എടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കേൾക്കാതെ ഇഷ്ടമുള്ള പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പുനലൂർ കലയനാട് കൂത്തനടിയിലാണ് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കലയനാട് ചരുവളപുത്തൻ വീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതക വിവരം ഫേസ്ബുക്ക് ലൈവിലൂടെ അറിയിച്ച ശേഷം പ്രതിയായ ഭർത്താവ് ഐസക് പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. പല ബന്ധങ്ങളും ഞാൻ വീട്ടിൽ സ്വർണം എടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കേൾക്കാതെ ഇഷ്ടമുള്ള പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് 2 മക്കളാണ്. മൊത്തം ക്യാൻസർ പേഷ്യന്റാണ്. അതിലൊന്നും ഒരു വിഷമവുമില്ല. ആഡംബര ജീവിതം നയിക്കണം. ഉണ്ടാക്കി മുതലെല്ലാം നശിപ്പിച്ചു. ഇപ്പോൾ അവൾ അമ്മയുടെ കൂടെ പോയി താമസിക്കുകയാണ്. കൂടാതെ എനിക്ക് വിഷമമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഇരിക്കുകയും അവിടെ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണമെന്നും ഒരു 5 പൈസയുടെ മുതൽ അവർക്കില്ല. അതുപോലെ എനിക്ക് വിഷമമില്ല. എങ്കിലും 1-2 വണ്ടി പഠിപ്പിച്ചു, വണ്ടി മേടിച്ചു കൊടുത്തു. അനാവശ്യമായ വണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ കയ്യിൽ കിടന്ന എന്റെ പേരെഴുതിയ ഞാൻ ഇട്ട് കൊടുത്ത മോതിരം ഞാൻ അറിയാതെ പണയം വെച്ചോ കിട്ടോ എന്നറിയില്ല. എന്നിട്ട് വളരെ ധിക്കാരപരമായിട്ട് അടുത്ത വണ്ടി മേടിക്കുകയും. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഐസക്കിന്റെ ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ശാലിനിയുടെ കൊലപാതക വിവരം നാട്ടുകാർ അറിയുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ശാലിനിയും ഐസക്കും ഏറെ നാളായി പിരിഞ്ഞു കഴിയുകയായിരുന്നു. രാവിലെ 6 മണിയോടെ ശാലിനി താമസിക്കുന്ന സ്ഥലത്തെത്തിയ ഐസക്ക് ശാലിനിയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചായിരുന്നു കൊലപാതകം. ഇപ്പം ചേച്ചിയുടെ ഒരു അലർച്ച കേട്ടോണ്ട് എഴുതേക്കുന്നത്. ചേച്ചിയുടെ ആദ്യം അലർച്ച കേട്ട, പിന്നെ ചെറുക്ക അലർന്നാണ് കേട്ടത്. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേന് കമന്ന് കിടക്കുമായിരുന്നു. അയാൾ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോഴത്തേന് കയറി അങ്ങ് പോയി. നമുക്ക് എന്ത് ചെയ്യണമെന്നില്ലാതെ പകച്ചു പോയ ഒരിതായിരുന്നു. നേരത്തെ വഴക്കുണ്ടായിരുന്ന അവർ സെപ്പറേറ്റ് ആയിട്ട് അമ്മയുടെ വീട്ടിലായിരുന്നു താമസിക്കുന്നത്. ചേച്ചി ജോലിയുണ്ട്. ആ ജോലിക്ക് പോകാൻ വേണ്ടി കുളിക്കാനൊക്കെ കുളിക്കാൻ വേണ്ടി പൈപ്പ് തുറന്നു വെച്ചേക്കുമായിരുന്നു. അവർക്ക് 2 പേര്. അങ്ങനെ അറിയത്തില്ല. അവർക്ക് മുമ്പേ അവരൊന്നും വഴക്കായിരുന്നല്ലോ. അന്നേരം പോയി. അന്നേരം അനക്കില്ലായിരുന്നു. ശാലിനിയും ഐസക്കും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളിലും തർക്കമുണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം പുനലൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ ഐസക്ക് കീഴടങ്ങുകയായിരുന്നു. പോലീസ് ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് വെട്ടേറ്റ് കിടക്കുന്ന ഭാര്യയുടെ ചിത്രങ്ങളും ഇയാൾ പോലീസിന് കാട്ടിക്കൊടുത്തു. ശാലിനിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കൊലപാതകം നടക്കുമ്പോൾ മൂത്ത മകൻ വീട്ടിലുണ്ടായിരുന്നു. സംഭവത്തിൽ പുനലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദമ്പതികൾക്ക് 2 മക്കളാണുള്ളത്. ശാലിനി കാര്യറയിലെ സ്വകാര്യ സ്കൂളിലെ ആയയായി ജോലി ചെയ്തു വരികയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
പന്ത് കളിച്ച് വേറിട്ട പ്രതിഷേധം. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പിന്നെ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുക. പത്തനാപുരം പഞ്ചായത്തിന് ലക്ഷങ്ങൾ മുടക്കിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ആ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് കളിക്കളത്തിലേക്ക് മടങ്ങുമെന്ന. അപ്പോൾ കളിക്കളത്തിലേക്ക് മടങ്ങുമെന്ന് പറയുമ്പം കളിക്കാൻ സ്ഥലം വേണ്ടേ? അപ്പോൾ ഇത് പഞ്ചായത്ത് ഞങ്ങൾ അടിച്ചത് ജേഴ്സിയാണ്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ എടുത്തത്. ഈ 5 വർഷമായി പഞ്ചായത്ത് മെമ്പറായിട്ട്. 5 വർഷമായി പഞ്ചായത്ത് മെമ്പറായതിനു ശേഷം ഞങ്ങൾക്ക് ഇത് ഇടാനുള്ള അവസരം കിട്ടിയത് ഇന്ന് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും കളിക്കുവാനുള്ള ഇടം വേണം. അതിനുവേണ്ടി പ്രതീകാത്മകമായി സമരം ചെയ്യുക. ഞങ്ങൾ റീൽസ് എന്ന് പറഞ്ഞാൽ കളിയാക്കുന്ന ആളുകളുണ്ട്. ഇവരെല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. ആ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോട് ഞങ്ങൾ ചോദിക്കുന്നത്, ഇത് ഏതെങ്കിലും സമരം ഞങ്ങൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ, ഞങ്ങൾ ഉയർത്തുന്ന ആശയങ്ങൾ ഈ പൊതുസമൂഹത്തിന് വേണ്ടാത്തതാണെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്ത് പണിയും ചെയ്യാം. പക്ഷേ ഇതാണെങ്കിൽ നിങ്ങളത് തിരുത്താൻ തയ്യാറാകുമെന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ കളിയാക്കുന്നവർ വരട്ടെ, അതിന് മറുപടി പറയട്ടെ എന്നുള്ളതാണ്. ഞങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുറിയിലേക്ക് പന്തുമായി പോയി അവിടെ നിന്ന് കളിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടിയന്തരമായി ഇതിന് പരിഹാരം കണ്ടെത്തണം. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് കവാടത്തിലെ റോഡിൽ പന്ത് കളിച്ച് പ്രതിഷേധിച്ചത്. കേരള സർക്കാരിന്റെ പ്രഖ്യാപിതമായ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ സാധ്യമാക്കിയിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. ഇനിയും പിന്നെ വാഗ്ദാനങ്ങൾ മാത്രം പേപ്പറിൽ എഴുതി വായിക്കുന്ന ഒരു സമീപനം പത്തനാപുരത്തുകാർക്ക് വേണ്ട. ഇവിടെ ഗവൺമെന്റ് പറയുന്ന പഞ്ചായത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കണം. 55 വർഷമായിട്ട് ഈ പരിപൂർണമായ വികസനം എത്തിയെന്ന് പറയുന്ന ആളുകൾ ഈ വികസനം എവിടെയെന്ന് പറയണം. മന്ത്രി കെ ബി ഗണേഷ് കുമാർ കായിക മന്ത്രിയായിരുന്നപ്പോൾ പത്തനാപുരത്ത് കളിസ്ഥലം അനുവദിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാഗ്ദാനവും പാഴായി. പത്തനാപുരം മാങ്കോട് സ്റ്റേഡിയം നിർമ്മിക്കാൻ കോടികൾ അനുവദിച്ചുവെന്ന് വീണ്ടും അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. ഈ പ്രഖ്യാപനവും പാഴായി. സ്റ്റേഡിയം നിർമ്മിക്കാനായി ചെറുവിരൽ അനക്കാൻ പോലും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു. യുവാക്കൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ കായിക പ്രേമികളുള്ള പത്തനാപുരത്തെ സംബന്ധിച്ച് ഉദാഹരണത്തിന് സന്തോഷ് ട്രോഫി താരമായിട്ടുള്ള വിനോദിന് പോലും ഒരു ജോലിയോ ഇവിടുത്തെ MLAക്കോ ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കോ സന്തോഷ് ട്രോഫി താരമായിട്ടുള്ള വിനോദിന്റെ അവസ്ഥ, ഒരു നല്ലൊരു വീട് പോലും വിനോദിനില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള കായിക താരങ്ങളുള്ള പത്തനാപുരത്തെ സംബന്ധിച്ച് ഒരാൾ പോലും സംസ്ഥാന ലെവലിലേക്കോ അന്തർദേശീയ തലത്തിലേക്കോ ദേശീയ തലത്തിലേക്കോ കടന്നു വരുവാനുള്ള സാഹചര്യം 25 വർഷക്കാലമായി പത്തനാപുരത്തെ പ്രതിദാനം ചെയ്യുന്ന MLAയുടെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ കായിക പ്രേമികൾക്ക്, ഇവിടുത്തെ ഫുട്ബോൾ കളിക്കുന്നവർക്ക്, ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് എന്ത് പ്രയോജനമാണ് ഇദ്ദേഹം കൊണ്ടുണ്ടായിട്ടുള്ളത്? ഇവിടുത്തെ പഞ്ചായത്ത് പറഞ്ഞു 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ സർക്കാർ കളിസ്ഥലം പണിയുമെന്ന സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 1 ഏക്കറല്ല, 3 ഏക്കറല്ല, 5 ഏക്കർ സ്ഥലം വരെ ഉണ്ട്. കളിസ്ഥലമുണ്ട്, ഡെവലപ്പ് ചെയ്യാമെന്ന് പറയുന്നു. എന്നിട്ടൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് പത്തനാപുരം പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. നാട്ടുകാർ അറിയണം എന്നുള്ളത് കൊണ്ട് ഇവിടെ പ്രതീകാത്മകമായി പന്ത് കളിച്ച് ഞങ്ങൾ സമരം ചെയ്യുക. റോഡ് ബ്ലോക്ക് ഉണ്ട്. കഴിഞ്ഞ 45 വർഷത്തെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെയുള്ള ഇവിടുത്തെ ഇവിടുത്തെ യുവാക്കളുടെ പ്രതിഷേധമാണ്. അത് ഞങ്ങൾ പ്രതീകാത്മകമായി ഫുട്ബോൾ കളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് പ്രതിഷേധിക്കുന്നത്. ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചില്ല, ഞങ്ങൾ ആരെയും അതിക്രമിച്ചില്ല, ആരെയും ഓഫീസിൽ ഞങ്ങൾ തടസ്സം ചെയ്തില്ല. ഞങ്ങൾ സമരം ചെയ്യാൻ വന്നവരാ. മണിക്കൂറുകളോളം രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്യുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സമുദായ സംഘങ്ങൾ സമരം ചെയ്യുന്നു. റോഡ് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ കേസെടുത്തോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും വേണ്ടി ഒരു കളിസ്ഥലം, ആ കളിസ്ഥലം സർക്കാരും പഞ്ചായത്തും പ്രഖ്യാപിച്ചിട്ട് നാളെ ഇതുപോലെ നടക്കുന്നില്ല. ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ എന്ത് ചെയ്യണം? ഇനി ഞങ്ങൾ ആരോട് പോയി ചോദിക്കണം? അഡ്വക്കേറ്റ് M സാജു ഖാൻ, ഫാറൂഖ് മുഹമ്മദ്, MS നിവാസ് എന്നിവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. കോൺഗ്രസ് നേതാക്കളായ KPCC അംഗം CR നജീബ്, M ഷെയ്ഖ് പരീദ്, ഉനൈസ് PMB സാഹിബ്, ആസാദ്, സാദത്ത് ഖാൻ, അനസ് ബഷീർ, ഷംനാദ് വള്ളക്കടവ്, ആദർശ് ടേകം തുടങ്ങിയവർ പങ്കെടുത്തു. ഞങ്ങളൊരു പന്ത് സാറിന്റെ പോക്ക് വൈറ്റില്ലാന്ന് തോന്നുന്നു. സെക്രട്ടറി ഓഫീസിൽ സമരം ചെയ്യണം. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരാ. ഞങ്ങൾക്ക് സമരം ചെയ്യണം. ഞങ്ങൾക്ക് സമരം ചെയ്തേ പറ്റത്തുള്ളൂ. പിടിച്ച് തെളിഞ്ഞെന്തോടെ തെളിഞ്ഞെന്തോ
പത്തനാപുരം മാർക്കറ്റിലെ വ്യാപാരികളോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ മത്സ്യവും പച്ചക്കറിയും സൗജന്യമായി വിറ്റ് വേറിട്ട പ്രതിഷേധവും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വന്യമൃഗശല്യത്താൽ വലഞ്ഞ് ചെമ്പനരുവി. കാട്ടാനകൾക്കൊപ്പം മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ്. വന്യമൃഗശല്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെമ്പനരുവിയിൽ വന്യമൃഗശല്യം വർദ്ധിച്ചു വരികയാണ്. നിയമങ്ങൾ മാറി വന്നിട്ടും കർഷകന് ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി യോഗത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യത്തെക്കുറിച്ച് പ്രത്യേകം ചർച്ച നടന്നിരുന്നു. കുരങ്ങ്, മലയണ്ണാൻ, മയിൽ, കാട്ടാന, കാട്ടുപന്നി, മ്ലാവ് എന്നിവയുടെ കൃഷിയിടങ്ങളിലെ നിരന്തര ശല്യം മൂലം കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. എന്നാൽ സർവകക്ഷി യോഗം കഴിഞ്ഞിട്ടും നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കടമ്പുപാറയിൽ കാട്ടാന കാർഷിക വിളകൾ നശിപ്പിച്ചു. നിരന്തരമുണ്ടാകുന്ന വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷയുണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തെന്മല. ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്ന് ആരോപണം. സ്റ്റാൻഡ് നിലനിർത്തുന്നതിനായി സ്വകാര്യ ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. നിയമ പോരാട്ടത്തിനൊപ്പം പ്രതിഷേധ സമരങ്ങൾ ശക്തമാക്കാനും സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ചു. ശാസ്താംകോട്ട ഭരണിക്കാവിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആരോപണം. ബസ് സ്റ്റാൻഡ് നിലനിർത്തുന്നതിനായാണ് സ്വകാര്യ ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 1 മുതലാണ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായത്. പോലീസും മോട്ടോർ വാഹന വകുപ്പും ഉൾപ്പെടെ സ്റ്റാൻഡിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അക്ഷീണം പ്രയത്നിച്ചു. ഇതോടെ ബസ് സ്റ്റാൻഡ് പൊതുജനം ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ ഭരണിക്കാവിലെ ചില വ്യാപാരികൾ ബസ് ജംഗ്ഷനിൽ നിർത്തണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി. ഇതോടെ MLA-യുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിരവധി സർവകക്ഷി യോഗങ്ങളും ട്രാഫിക് മോണിറ്ററിംഗ് കമ്മിറ്റികളും ചേർന്നു. ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ സ്വകാര്യ ബസ്സുകൾ തയ്യാറായില്ല. ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് നിയമവിരുദ്ധമായ സംഭവങ്ങൾ പ്രവൃത്തികൾ ചെയ്യുന്നതിന് പ്രേരണ ചെലുത്തുന്ന ഒരു ഘട്ടം വന്നാൽ ഞങ്ങൾ ഈ സർവീസുകൾ നിർത്തിവെക്കുക എന്നുള്ള സംഭവം. ഞങ്ങളെ ഈ അവിടെ നിന്ന് ഒളിച്ചോടി വന്നവരൊന്നുമല്ലേ. ഞങ്ങൾക്ക് പെർമിറ്റ് തരുന്നത് കളക്ടർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി പെർമിറ്റ് തരുമ്പോൾ അതിൻ്റെ എല്ലാ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. 1 കിലോമീറ്റർ ഒരു വണ്ടി സർവീസ് നടത്തുന്നതിനും അതിനിടയിൽ അംഗീകൃത ബസ് സ്റ്റോപ്പുകൾ നിർത്തി ആളിനെ ഇറക്കുന്നതിനും കയറ്റുന്നതിനും കൂടാണ് 2.5 മിനിറ്റ്. ഈ 2.5 മിനിറ്റിന് 5 മിനിറ്റോ 10 മിനിറ്റോ ഭരണിക്കാവ് കിടന്ന് ചുറ്റിയാൽ ഒരൊറ്റ സർവീസുകളും അത് എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അത്തരം ഇല്ലീഗൽ ഓപ്പറേഷന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ രേഖാമൂലം അവർ എഴുതി തരട്ടെ. ഇങ്ങനെ ശാസ്താംകോട്ടയിൽ നിന്ന് വിടുന്ന വണ്ടി ആദ്യമേ ഭരണിക്കാവിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിന്നെ പാർട്ടി ഓഫീസിൻ്റെ അടുത്തുകൂടെ ഇറങ്ങി പിന്നെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് വീണ്ടും ചക്കോളിൽ അതിൽ കയറ്റി വീണ്ടും പിന്നെ ഭരണിക്കാവ് ജംഗ്ഷനിൽ വന്ന് ട്രാഫിക്കും നോക്കിയിട്ട് പിന്നെ സർവീസ് പോകാൻ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥർ എഴുതി തരാൻ പറ്റുമോ? എഴുതി തരാൻ പറ്റും. ഞങ്ങൾ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ്റെ ലെറ്റർ വെച്ച് ഞങ്ങൾ കോടതിയിൽ കൊടുക്കും. ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ ഉണ്ട് 4 ബസ് സ്റ്റോപ്പ് ഭരണിക്കാവിലെ 4 കടകളുടെ മുന്നിൽ. നമ്മളൊക്കെ സംസ്ഥാനത്ത് പല ടൗണുകളിലും പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന വെയിറ്റിംഗ് ഷെഡ്, യാത്രക്കാർക്ക് കയറി മഴയും വെയിലും ഏൽക്കാതെ നിൽക്കാനുള്ള വെയിറ്റിംഗ് ഷെഡും ആ കാര്യങ്ങളുമായിട്ടുള്ള ബസ് സ്റ്റോപ്പ് കണ്ടില്ല. ആ ബസ് സ്റ്റോപ്പ് തന്നെ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ബോർഡിൽ വെച്ച് അവരുടെ അനുവാദം വേണം. ആ അനുവദിക്കുന്നതാണ് ബസ് സ്റ്റോപ്പ്. ഇത് ഒരു ദിവസം 3 വ്യാപാരികൾ പോയി 4 ബോർഡുണ്ടാക്കി 4 കടയുടെ മുമ്പിൽ വെച്ചിട്ട് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അത് ആടിനെ പട്ടിയാക്കുന്ന നടപടിയാണ്. ആ സൈസ് പരിപാടികളൊന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ അടുത്തോ ബസ് ജീവനക്കാരുടെ അടുത്തോ ഇറക്കേണ്ട കാര്യമില്ല. ഞങ്ങളിത് നിയമപരമായി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാനുള്ള ഏതു നീക്കവും നിയമപരമായും പ്രക്ഷോഭത്തിലൂടെയും നേരിടുമെന്ന് സ്വകാര്യ ബസ് ഓണേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രൻ, സെക്രട്ടറി അഷ്റഫ് സഫ എന്നിവർ പറഞ്ഞു. 1 ലക്ഷത്തിനും 1 ലാഭത്തിനും വേണ്ടിയില്ല ഞങ്ങൾ നിലകൊള്ളുന്നത്. ഞങ്ങൾക്ക് ഈ സർവീസ് സുഗമമായിട്ട് നടത്തണം. 10, 60, 70 കിലോമീറ്ററാണ് കൊല്ലം പത്തനംതിട്ട, അല്ലെങ്കിൽ ചവറ പത്തനംതിട്ട, അല്ലെങ്കിൽ പത്തനംതിട്ട കൊല്ലം, പത്തനംതിട്ട ചവറ, അല്ലെങ്കിൽ കരുനാഗപ്പള്ളി എന്ന് അത്രയും നേരം ഓടി നിൽക്കേണ്ടത്. നമുക്കറിയാം 1 മിനിറ്റ് ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ RTO ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം 2.5 മിനിറ്റാണ്. അതിനകത്ത് ഈ ഇപ്പോഴത്തെ റോഡിലെ എല്ലാ പ്രതിബന്ധങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വേണം ഞങ്ങൾക്ക് സർവീസ് നടത്താൻ. ഈ വസ്തുത കൂടി മനസ്സിലാക്കുക. അല്ലാതെ അവിടെ ഇവിടെ നിന്ന് കാര്യങ്ങൾ പറയുന്നവർക്കൊന്നും ഇതിൻ്റെ വസ്തുതകൾ അറിയില്ല. സ്വകാര്യ ബസ്സിന് ഞങ്ങൾ ഇതിനൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഞങ്ങളുടെ വസ്തുതകളും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ കോടതി തീരുമാനങ്ങൾ വരട്ടെ. അല്ലാതെ ഒരു ജനപ്രതിനിധികളോ ഒരു ഉദ്യോഗസ്ഥന്മാരോ
ഞങ്ങൾ ഇനി ഈ നിയമങ്ങൾ പഴയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഭരണിക്കാവ് ബഹിഷ്കരിക്കുകയോ ഉള്ള സർവീസ് നടത്തുകയോ അല്ലെങ്കിൽ സർവീസ് നടത്തി വെച്ചുകൊണ്ട് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം വരെ നടത്താനാണ് ഞങ്ങളും തൊഴിലാളികളും തീരുമാനിച്ചിട്ടുള്ളത്. സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതിനൊപ്പം തന്നെ ശക്തമായ പ്രക്ഷോഭങ്ങളെ സംഘടിപ്പിക്കാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കാർ കത്തി നശിച്ചു. തേവലക്കര സ്വദേശി സന്തോഷ് ജോസഫിന്റെ കാറാണ് കത്തി നശിച്ചത്. വാഹനം ഏറെ നാളായി ഉപയോഗിക്കാതിരിക്കുകയായിരുന്നു. ചവറയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. കൊല്ലം തേവലക്കര അരിനല്ലൂർ സുശീല ഭവനത്തിൽ സന്തോഷ് ജോസഫിന്റെ വണ്ടിയാണ് കത്തിയത്. വണ്ടി ഓടിച്ചത് പരിസരവാസിയായ മനോജ് ഭവനത്തിൽ അഭിജിത്താണ്. കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. വാഹനം ഏറെ നാളായി ഉപയോഗിക്കാതിരുന്നതാണെന്ന് ഉടമ പറഞ്ഞു. ചവറയിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. തെരുവുനായ ആക്രമണത്തിൽ സ്ത്രീക്ക് ഗുരുതര പരിക്ക്. കണ്ടല്ലൂർ പുതിയവിള സ്വദേശിനി ഓമനയാണ് തെരുവുനായ ആക്രമിച്ചത്. വീടിന്റെ അടുക്കളവാതിലിന് സമീപം ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ഓമനയെ നായ ആക്രമിക്കുകയായിരുന്നു. ഞാൻ അടുക്കള വശത്ത് ഇരിക്കുമായിരുന്നു. ഇന്ന് ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പട്ടി എൻ്റെ മുന്നിലോട്ടൊന്ന് മണ്ണിലോട്ട് ചാടിക്കീറാൻ പോകുന്ന പോലെ തോന്നി. ഒറ്റ കടിയാണ്. കൈകൊണ്ട് ഒരു കൈ കൊണ്ട് കൈ മാറ്റിയിട്ട് അപ്പോൾ അടുത്ത കയ്യിൽ കടിച്ചു. അങ്ങനെയായിരുന്നു സംഭവിച്ചു. കടിച്ച് പറിച്ചു കളഞ്ഞിട്ട്. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലാണ് തെരുവുനായ ആക്രമണത്തിൽ സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റത്. പുതിയവിള ഓണംപള്ളി ജംഗ്ഷന് സമീപം ചാലുമാട്ടേൽ ചിറയിൽ ഓമനയ്ക്കാണ് പരിക്കേറ്റത്. ഓമനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന്റെ അടുക്കളവാതിലിന് സമീപം ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ഓമനയെ നായ ആക്രമിക്കുകയായിരുന്നു. കൈവിരലുകൾക്കും കൈത്തണ്ടയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഉടൻ തന്നെ കുടുംബാംഗങ്ങളും അയൽക്കാരും ചേർന്ന് മുതുകുളം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സയും പ്രതിരോധ കുത്തിവയ്പും നടത്തി. തുടർന്ന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും വിഷയത്തിൽ അധികാരികളുടെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 10,320 രൂപയും പവന് 82,560 രൂപയുമായി. പവന് 320 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. ശനിയാഴ്ചത്തെ 82,240 രൂപയായിരുന്നു ഇതിനു മുൻപുള്ള വലിയ വില. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് സ്വർണ്ണവിലയിൽ ചെറിയ ആശ്വാസം ലഭിച്ചെങ്കിലും വീണ്ടും വില ഉയരുന്ന പ്രവണതയാണുള്ളത്. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 10,320 രൂപയും പവന് 82,560 രൂപയുമായി. പവന് 320 രൂപയാണ് തിങ്കളാഴ്ച വർദ്ധിച്ചത്. ശനിയാഴ്ചത്തെ 82,240 രൂപയായിരുന്നു ഇതിനു മുൻപുള്ള കൂടിയ വില. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സ്വർണ്ണവിലയിൽ ചെറിയ ആശ്വാസം ലഭിച്ചെങ്കിലും വീണ്ടും വില ഉയരുന്ന പ്രവണതയാണുള്ളത്. ജുവലറിയിൽ നിന്ന് ആഭരണം വാങ്ങുമ്പോൾ പവന് 90,000 രൂപയാകും. സെപ്റ്റംബർ 9-നാണ് സ്വർണ്ണവില പവന് 80,000 രൂപ കടന്നത്. സെപ്റ്റംബർ 16-ന് 82,080 രൂപ ആകുകയും ചെയ്തു. വർഷാവസാനത്തിൽ 1 ലക്ഷം കടക്കുമെന്നുള്ള പ്രവചനവുമുണ്ട്. രാജ്യാന്തര വിപണിയിൽ വില കൂടിയതും രൂപയുടെ മൂല്യം ഇടിഞ്ഞതുമാണ് സ്വർണത്തിന്റെ വില ഉയരാനുള്ള പ്രധാന കാരണം. അമേരിക്ക പലിശ നിരക്കും കുറച്ചതോടെ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകൃഷ്ടരാകുന്നുണ്ട്. ഇനിയും വില കൂടുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. രാജ്യത്ത് ഇരട്ട സ്ലാബ് GST പരിഷ്കരണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 5, 12, 18, 28% എന്നിങ്ങനെ 4 സ്ലാബുകളിലായിരുന്ന നികുതി ഘടനയിൽ തിങ്കളാഴ്ച മുതൽ 5%, 18% സ്ലാബുകൾ മാത്രമേ ഉണ്ടാകൂ. ഇരട്ട സ്ലാബ് ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവിന് സാധ്യമാകുമെങ്കിലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നഷ്ടം നികത്താതെയാണ് കേന്ദ്രത്തിന്റെ പുതിയ പരിഷ്കരണം. രാജ്യത്ത് ഇരട്ട സ്ലാബ് GST പരിഷ്കരണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 5, 12, 18, 28% എന്നിങ്ങനെ 4 സ്ലാബുകളായിരുന്ന നികുതി ഘടനയിൽ ഇന്നു മുതൽ 5%, 18% സ്ലാബുകൾ മാത്രമേ ഉണ്ടാകൂ. ഇരട്ട സ്ലാബ് ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവിന് സാധ്യമാകുമെങ്കിലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നഷ്ടം നികത്താതെയാണ് കേന്ദ്രത്തിന്റെ പുതിയ പരിഷ്കരണം.
അവശ്യവസ്തുക്കൾ, ഭക്ഷ്യധാന്യങ്ങൾ, മരുന്നുകൾ തുടങ്ങി ഭൂരിഭാഗം സാധനങ്ങളും 5% സ്ലാബിലാണ്. നേരത്തെ ഉണ്ടായിരുന്ന 12%, 28% GST സ്ലാബുകൾ വെട്ടിക്കുറച്ചാണ് പുതിയ പരിഷ്കരണം കൊണ്ടുവന്നിരിക്കുന്നത്. 5%, 18% എന്നിങ്ങനെ 2 പ്രധാന സ്ലാബുകളിലും പ്രത്യേക വിഭാഗത്തിൽ 40% സ്ലാബും ഉൾപ്പെടുത്തിയാണ് പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. പുതുക്കിയ സ്ലാബുകളിൽ നിത്യോപയോഗ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, മരുന്നുകൾ എന്നിവയ്ക്കും വില കുറയും. ആരോഗ്യ ഇൻഷുറൻസ് നികുതി, ജീവൻ രക്ഷാ മരുന്നുകൾ, ഇന്ത്യൻ നിർമ്മിത ബ്രെഡ് എന്നിവയെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ സ്ലാബ് കേരളത്തിന് പ്രതിവർഷം 10,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സിമന്റ്, ഓട്ടോമൊബൈൽ ഇൻഷുറൻസ്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നികുതി കുറവ് എന്നിവ കേരളത്തിൽ നിന്നും 2,500 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കും. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുമെങ്കിലും ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാന വില വർദ്ധിപ്പിക്കാനുള്ള കമ്പനികളുടെ നീക്കത്തെ തടയുന്നതിന് കേന്ദ്രം നടപടി സ്വീകരിച്ചിട്ടില്ല. വ്യാപാര മേഖലയിൽ പുതിയ സ്റ്റോക്കുകൾ എത്തിയാൽ മാത്രമേ ചെറുകിട വ്യാപാര രംഗത്ത് വിലക്കുറവ് പ്രതിഫലിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. ഓച്ചിറ 28ാം ഓണവുമായി ബന്ധപ്പെട്ടെത്തുന്ന കെട്ടുകാഴ്ചകൾ 5 മണിക്ക് മുമ്പ് ക്ഷേത്ര കോമ്പൗണ്ടിൽ കയറണമെന്ന് നിർദ്ദേശം. 5 ദിവസത്തിൽ കൂടുതൽ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിൽ വെക്കാനും പാടില്ല. പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അവലോകന യോഗത്തിൽ തീരുമാനമായി. ഓച്ചിറ 28ാം ഓണവുമായി ബന്ധപ്പെട്ടെത്തുന്ന കെട്ടുകാഴ്ചകൾ 5 മണിക്ക് മുമ്പ് ക്ഷേത്ര കോമ്പൗണ്ടിൽ കയറണമെന്ന് നിർദ്ദേശം. 5 ദിവസത്തിൽ കൂടുതൽ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിൽ വെക്കാനും പാടില്ല. പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അവലോകന യോഗത്തിൽ തീരുമാനമായി. ഇപ്പൊ തന്നെ കെട്ടുകാഴ്ചകൾ വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ പോസ്റ്റുകളിൽ വ്യാപകമായി ലൈറ്റുകളും സ്പീക്കറുകളും ഇലൂമിനേഷൻ ലൈറ്റുകളും ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുള്ളതായിട്ട് കാണും. ഇതെല്ലാം ഒരുപക്ഷെ ഞങ്ങൾ സപ്ലൈ ഓഫ് ചെയ്യുമ്പോഴും നിങ്ങൾ ജനറേറ്ററിൽ ഇത് വർക്ക് ചെയ്യാൻ ശ്രമിക്കും. ഈ പോസ്റ്റുകളിലെല്ലാം കയറി ഞങ്ങൾക്ക് ലൈനുകൾ അഴിച്ചിറക്കേണ്ടതാണ്. ഏകദേശം 80% ലൈനും ഓച്ചിറ സെക്ഷനിൽ നിന്ന് അഴിച്ച് താഴെ ഇടേണ്ടതാണ്. അത് പുനഃസ്ഥാപിക്കാൻ ഏകദേശം സാറ് പറഞ്ഞ പോലെ ഏകദേശം 400ഓളം കരാർ തൊഴിലാളികളും 150ഓളം ബോർഡ് സ്റ്റാഫും അഹോരാത്രം കഷ്ടപ്പെട്ടാണ്. ഏറ്റവും ഹൈ റിസ്കിൽ ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് വിഷമത്തോടെ പറയുകയാണ്, ഒരു അപകടം നമ്മളായിട്ട് വിളിച്ചു വരുത്താതിരിക്കാൻ ഓരോ കാലഘട്ടം ശ്രദ്ധിക്കുക. ഓച്ചിറ 28ാം ഓണ മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് അവലോകന യോഗം ചേർന്നത്. വിവിധ വകുപ്പുകളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു യോഗം. ക്ഷേത്രത്തിലേക്ക് 28ാം ഓണത്തിനായി എത്തുന്ന കെട്ടുകാഴ്ചകൾ വൈകിട്ട് 5-ന് മുമ്പായി തന്നെ ക്ഷേത്ര പരിസരത്ത് കയറണം. ഞങ്ങൾ ഈ പറയുന്ന 6 മണിക്ക് മാമ്പറക്കര യുവജന സമിതി അണിച്ചൊരുക്കുന്ന നന്ദിയച്ഛനെ രാവിലെ 6:30 ഗണപതി ഹോമം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ആഹാരം പോലും കഴിക്കാതെ അവിടുന്ന് വ്രതം പിടിച്ച് കൊണ്ടുവരുമ്പോൾ ഇവിടെ വരുമ്പോൾ സാറേ ഏകദേശം ഒരു 8 മണിയോളം ആവും. കാരണം പ്രധാനമായി നാഷണൽ ഹൈവേയുടെ വഴികൾ വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. 5 ദിവസത്തിൽ കൂടുതൽ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിൽ വെക്കാൻ പാടില്ല. കഴിഞ്ഞ തവണ ഇതിൽ കൂടുതൽ ദിവസം ക്ഷേത്രത്തിൽ കെട്ടുകാഴ്ചകൾ വെച്ചത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് തീരുമാനം. ലാൻഡ്ലോഡിന്റെ എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് കർശനമായിട്ടുള്ള നടപടി ഞാൻ സ്വീകരിക്കും. അതിനെതിരെ വ്യത്യാസമില്ല. അടുത്ത ഉത്സവത്തിന് ഓരോ കേസിന് പ്രതിയാവാതെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സഹകരിക്കുക എന്ന് മാത്രമേ സർക്കാർ പറയാനുള്ളൂ. എല്ലാ പോലീസുകാരും മുഴുവൻ കാലത്തും പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് പോലീസുകാരോടൊപ്പം സഹകരിക്കേണ്ട ഈ കാള കമ്മിറ്റിക്കാരെ എല്ലാവരും വിളിച്ച് പ്രത്യേക ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളെല്ലാം അവരോട് പ്രത്യേകിച്ച് പറയാം. പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെ അടിയന്തര പ്രാധാന്യമുള്ള സംഭവങ്ങളിൽ ആവശ്യമായ സൗകര്യങ്ങൾ കെട്ടുകാഴ്ച ഒരുക്കുന്ന സമിതികൾ തന്നെ ഒരുക്കി നൽകണമെന്നും അവലോകന യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ക്ഷേത്ര പരിസരം പൂർണ്ണമായും CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലായിരിക്കും. വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനമായിരിക്കും ക്ഷേത്രത്തിലുണ്ടാവുക. പോലീസ്, അഗ്നിരക്ഷാ സേന എന്നിവയുടെ പ്രവർത്തനം പൂർണ്ണസമയവും ക്ഷേത്രത്തിൽ ലഭിക്കും. വളരെ സന്തോഷകരമായിട്ട് വളരെ സുരക്ഷിതമായിട്ട് നടത്തണമെന്ന് തന്നെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മനോഭാവം തന്നെയാണ് എല്ലാ ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്സിലും ഉള്ളത്. അത് ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വളരെ സമാധാനപരമായ രീതിയിൽ ഇത്തവണയും ഈ ഒരു ആഘോഷം നമ്മൾ നടക്കണം. എല്ലാ സഹകരണവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെടുക്കുന്ന തീരുമാനങ്ങൾ. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. 3 വയസ്സുകാരന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി നാടൊരുമിക്കുന്നു. 35 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി വേണ്ടത്. ദേവികുളങ്ങര സ്വദേശികളുടെ മകനാണ് 3 വയസ്സുകാരനായ ശിവമോൻ. ചികിത്സയ്ക്കായി കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. നമ്മുടെ ദേവികുളങ്ങര പഞ്ചായത്തിലെ 12ാം വാർഡില് ഒരു 3 വയസ്സുകാരനായിട്ടുള്ള നമ്മുടെ കൊച്ചു മകൻ ശിവമോൻ ഒരു രോഗത്തിന്റെ പിടിയിലായി. അപ്പം കുഞ്ഞിന് മജ്ജ മാറ്റി വെക്കണം അടിയന്തരമായിട്ട്. ആ ചികിത്സയ്ക്ക് 34-35 ലക്ഷത്തിനടുത്ത് രൂപ ചെലവാണ്.
ഒറ്റയ്ക്ക് മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയുന്നൊരു ചികിത്സയല്ല. ബിലീവേഴ്സ് ഹോസ്പിറ്റലിലാണ് മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. നമ്മുടെ നാടെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ശിവമോനെ നമുക്ക് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ശിവമോന് വേണ്ടി കാരുണ്യ കൂട്ടായ്മയിലൂടെ നമ്മുടെ നാട് ഒന്നിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കഴിയാവുന്ന തരത്തിൽ എല്ലാ സഹായവും ശിവമോനും കുടുംബത്തിനും നൽകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ദേവികുളങ്ങര സ്വദേശികളായ രാംദേവ് രശ്മി ദമ്പതികളുടെ മകൻ ശിവമോന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായാണ് നാടൊരുമിക്കുന്നത്. 35 ലക്ഷം രൂപയോളമാണ് ചികിത്സയ്ക്കായി വേണ്ടത്. ചികിത്സയ്ക്കായി അമ്മ രശ്മിയുടെ പേരിൽ ഓച്ചിറ SBIയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. 3 വയസ്സുകാരന്റെ ചികിത്സയ്ക്കായി നാട് ഒരുമിക്കുമ്പോൾ സുമനസ്സുകളുടെ സഹായം കൂടി തേടുകയാണ് കുടുംബം. 12-ാം വാർഡിൽ രതി ഭവനത്തിൽ രാംദേവിന്റെ മകൻ 3 വയസ്സുള്ള ശിവക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ശിവയുടെ കുടുംബത്തിന് 35 ലക്ഷം രൂപയാണ് ഈ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടത്. ഈ 35 ലക്ഷം രൂപ സ്വന്തമായി എടുക്കാൻ കഴിയാത്ത പാവപ്പെട്ട കുടുംബമാണ് നമ്മുടെ ശിവമോന്റെ കുടുംബം എന്ന് പറയുന്നത്. ആ ശിവമോന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നമ്മളുടെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും വരും ദിവസങ്ങളിൽ ഒത്തുചേരുകയാണ്. 23-ാം തീയതി മുതൽ അതിന്റെ കളക്ഷൻ ആരംഭിക്കുകയാണ്. എല്ലാ ജനങ്ങളും അതിൽ സഹകരിച്ചുകൊണ്ട് 35 ലക്ഷം രൂപയിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കുളത്തൂപ്പുഴ മടത്തറയിൽ കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. മടത്തറ പുന്നമൺവയൽ സ്വദേശി ഇന്ദിരയുടെ വീട്ടിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. വീട്ടിലെ ശുചിമുറിയിലാണ് പാമ്പിനെ കണ്ടത്. മടത്തറയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ശുചിമുറിയിൽ കയറിയ കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടിയത്. മടത്തറ പുന്നമൺവയൽ ബ്ലോക്ക് നമ്പർ 156-ൽ താമസിക്കുന്ന ഇന്ദിരയുടെ വീടിന്റെ ശുചിമുറിയിലാണ് രാജവെമ്പാല കയറിയത്. ശുചിമുറിയുടെ വാതിൽ തുറക്കുന്ന സമയം പാമ്പ് ബക്കറ്റ് തട്ടിമറിച്ചിട്ടു. ഈ ശബ്ദം കേട്ട് ഇവർ ഭയന്നു. കള്ളന്മാരാണെന്ന് കരുതി സമീപവാസികളെ വിളിച്ചു വരുത്തി. വാതിൽ തുറന്നപ്പോൾ ക്ലോസറ്റിന് സമീപം പാമ്പിനെ കാണുകയായിരുന്നു. ഉടനെ തന്നെ വനപാലകരെയും വിവരം അറിയിച്ചു. വനപാലകരുടെ നിർദ്ദേശമനുസരിച്ച് സ്നേക്ക് ക്യാച്ചർ റോയി കൊച്ചുകലിംഗ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. പാമ്പിനെ വനപാലകർക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. സപ്ലൈകോയിൽ തിങ്കളാഴ്ച മുതൽ 3 സാധനങ്ങൾക്ക് വില കുറയും. വെളിച്ചെണ്ണ, തുവരപ്പരിപ്പ്, ചെറുപയർ എന്നിവയ്ക്കാണ് വില കുറയുന്നത്. ഒക്ടോബർ മുതൽ 8 കിലോ ശബരി റൈസിന് പുറമെ 20 കിലോ വീതം അധികമരിയിൽ ലഭിക്കും. എല്ലാ കാർഡുകാർക്കും ആനുകൂല്യം ലഭിക്കും. സബ്സിഡിയിലുള്ള ശബരി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 20 രൂപയും സബ്സിഡി ഇതര വെളിച്ചെണ്ണയ്ക്ക് 30 രൂപയുമാണ് കുറഞ്ഞത്. 319 രൂപയാണ് പുതിയ വില. സബ്സിഡി ഇതര വെളിച്ചെണ്ണയ്ക്ക് 359 രൂപയും. കേര വെളിച്ചെണ്ണയുടെ വില 429 രൂപയിൽ നിന്ന് 419 രൂപയാകും. ഒക്ടോബർ മുതൽ 8 കിലോ ശബരി റൈസിന് പുറമെ 20 കിലോ വീതം അധിക അരിയും ലഭിക്കും. 25 രൂപ നിരക്കിലാണിത്. പുഴുക്കലരിയോ പച്ചരിയോ കാർഡ് ഉടമകൾക്ക് തിരഞ്ഞെടുക്കാം. എല്ലാ കാർഡുകാർക്കും ആനുകൂല്യം ലഭിക്കും. ഓണക്കാലത്ത് 56.73 ലക്ഷം കാർഡുകാരാണ് സപ്ലൈകോയിൽ എത്തിയത്. ഉത്സവകാലത്തൊഴികെ 30-35 ലക്ഷം കാർഡുകാർ പ്രതിമാസം ആശ്രയിക്കുന്നുണ്ട്. സബ്സിഡി സാധനങ്ങൾക്ക് വില കുറയുകയും അധിക അരി ലഭ്യമാകുകയും ചെയ്യുന്നതോടെ കൂടുതൽ കാർഡുടമകൾ എത്തിയേക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. എഴുകോണിൽ ട്രാൻസ്ഫോമർ കത്തി നശിച്ചു. ദേശീയപാതയിൽ കൊളന്നൂർ SNG സ്കൂളിന് സമീപമായിരുന്നു അപകടം. ദേശീയപാതയോരത്ത് സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമർ സ്ഫോടന ശബ്ദത്തോടെ കത്തുകയായിരുന്നു. എഴുകോണിൽ ദേശീയപാതയിൽ കൊളന്നൂർ SNG സ്കൂളിന് സമീപം ട്രാൻസ്ഫോമർ കത്തി നശിച്ചു. ദേശീയപാതയോരത്ത് സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമർ സ്ഫോടന ശബ്ദത്തോടെ കത്തുകയായിരുന്നു. കാരണം വ്യക്തമല്ല. കുണ്ടറയിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീ കെടുത്തിയത്. ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ 19ാം ഘട്ട ധനസഹായ വിതരണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊല്ലം കൂട്ടിക്കട യൂണിറ്റിലായിരുന്നു പരിപാടി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ 19ാം ഘട്ട ധനസഹായ വിതരണം കൂട്ടിക്കടയിൽ നടത്തി. കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് കുടുംബ സുരക്ഷാ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. M. നൌഷാദ് MLA ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ താങ്ങി നിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ കൈത്താങ്ങാവുന്നത് വ്യാപാരികളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വ്യാപാരികളാണ്. വ്യാപാരികൾ എന്ന് പറയുമ്പോൾ സർക്കാരിന് പ്രവർത്തിക്കണമെങ്കിൽ കയ്യിൽ എന്ത് വേണം? സർക്കാരിന്റെ കയ്യിൽ പണം വേണം.
അല്ലേ? സർക്കാരിലേക്ക് ഈ പണം എത്തിക്കുന്ന വ്യത്യസ്ത സോഴ്സുകളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് വ്യാപാരികൾ തന്നെയാണ്. മുമ്പ് ഇപ്പൊ GST വന്നതോടുകൂടി 2 ഗവൺമെന്റുകളുടെ അവകാശം നിങ്ങൾക്ക് അവകാശപ്പെടാം. 2 ഗവൺമെന്റുകളുടെ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംരക്ഷകരായി വ്യാപാരികൾ മാറിയിട്ടുണ്ട്. ജനങ്ങളിൽ നിന്നും നികുതി കളക്ട് ചെയ്ത് സർക്കാരിലേക്ക് കൊടുക്കുന്ന കളക്ഷൻ ഏജന്റന്മാർ ആണ്. തീർച്ചയായും അത് വളരെ വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ് വ്യാപാരികൾ. കൊല്ലം ജില്ലാ പ്രസിഡന്റ് S. ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. ആവറേജിന് താഴെ, ശരാശരിക്ക് താഴെ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള അംഗങ്ങൾ കൂടുതലുള്ള ഏകോപന സമിതിയിൽ അതിസമ്പന്നന്മാരെ ഉൾക്കൊള്ളുന്ന സംഘടനയല്ല കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. അതിസമ്പന്നന്മാരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഓരോ വിഭാഗത്തിൻ്റെതായ സംഘടനകൾ മറുഭാഗത്ത് പല രീതിയിൽ പ്രവർത്തിക്കുന്നു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദ, കോർപ്പറേഷൻ കൗൺസിലർ S. സുജ, ജില്ലാ ട്രഷറർ S. കബീർ, ഇരവിപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് A. അൻസാരി, S. പളനി, റാഫി, P. ബാലചന്ദ്രൻ, J. സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഭർത്താവ്. കലയനാട് ചരുവള പുത്തൻ വീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതക വിവരം ഫേസ്ബുക്ക് ലൈവിലൂടെ അറിയിച്ച് ഭർത്താവ് ഐസക് പോലീസിൽ കീഴടങ്ങി. തെരുവുനായ ആക്രമണത്തിൽ സ്ത്രീക്ക് ഗുരുതര പരിക്ക്. കണ്ടല്ലൂർ പുതിയവിള സ്വദേശിനി ഓമനയാണ് തെരുവുനായ ആക്രമിച്ചത്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷം. വന്യമൃഗശല്യത്താൽ വലഞ്ഞ് ചെമ്പനരുവി. കാട്ടാനകൾക്കൊപ്പം മറ്റു വന്യമൃഗങ്ങളുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷം. വന്യമൃഗശല്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. കാറ് കത്തി നശിച്ചു. ചവറ തേവലക്കരയിലാണ് സംഭവം. ഏറെ നാളായി ഉപയോഗിക്കാതിരുന്ന കാറിനാണ് തീപിടിച്ചത്. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.